അരുൺ സോളമൻ, ഗുഡ് ഈവനിങ്. നേരത്തെ കേൾക്കുന്നുണ്ടായില്ല, ചെറിയ ഒരു തടസ്സമുണ്ടായിരുന്നു. എനിക്കപ്പോൾ ഒരു അച്ഛനും കൂടി ഉണ്ട്, നിൽക്കുന്ന കണ്ടോ? തീർച്ചയായിട്ടും ഞാൻ കണ്ടായിരുന്നു. നൃത്ത സംഗീത വിസ്മയം ഒരുക്കാനായിട്ട് എത്തി എന്നുള്ള ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരുന്നു. ഓക്കെ, അപ്പൊ നൃത്ത സംഗീത വിസ്മയത്തിനൊപ്പം നമ്മുടെ വാർത്തയും വായിച്ചു. അരുൺ സോളമനോട് പറയാനുള്ള ആമുഖത്തിന്റെ പകുതി വായിച്ചത് അച്ഛനാണ്. വാർത്ത വായിക്കുന്നതിൽ ഒരു ഭീഷണിയായി മാറുകയാണ്. നന്നായിട്ട് അച്ഛൻ വായിച്ചല്ലോ സുജയ. അതെ, നന്നായിട്ട് വായിച്ചു. നമുക്കപ്പോ ഇവിടെ റിപ്പോർട്ടറിന്റെ ഭാഗമാക്കിയാലോ എന്നൊരു ആലോചന അരുൺ സോളമൻ ചോദിക്കണം. നമുക്കപ്പോ ചോദ്യത്തിലേക്ക് വരാം. അരുൺ സോളമൻ, ഇപ്പോൾ മുഖ്യമന്ത്രിയെ ജോസ് കെ മാണി ആശങ്ക അറിയിക്കാൻ നേരിട്ട് കാണുകയാണ്. വനമന്ത്രി അടക്കമെടുക്കുന്ന നിലപാട് മറ്റൊന്നാണ്. പക്ഷേ ജോസ് കെ മാണി മുന്നോട്ട് വയ്ക്കുന്നത് അവിടെയുള്ള ജനങ്ങൾ നേരിടുന്ന അവരുടെ മനസ്സിലുള്ള ആശങ്ക തന്നെയല്ലേ? തീർച്ചയായിട്ടും സുജയ, ഇന്നിപ്പോൾ ജോസ് കെ മാണി അതുപോലെ തന്നെ MLA അടക്കമുള്ളവരാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയെ അവർ നേരിടുന്ന ആശങ്കകളൊക്കെയും പങ്കുവച്ചു എന്നുള്ളതിനെയാണ് ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രധാനമായിട്ടും സൂചിപ്പിക്കുന്നത്. മുഖ്യമന്ത്രിയും അത് ഗൗരവമായിട്ട് കണക്കാക്കുന്നുണ്ട്. ഈ ഭേദഗതി നിയമം നടപ്പാക്കില്ല എന്നുള്ളൊരു ഉറപ്പ് കൂടി മുഖ്യമന്ത്രി ഈ ചർച്ചയിൽ അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. അത്തരത്തിലുള്ള അനുകൂലമായിട്ടുള്ളൊരു ചർച്ചയാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. പ്രധാനമായിട്ടും വനമന്ത്രി ഇതിൽ ശാഠ്യം പിടിക്കുമ്പോഴും പ്രധാനമായും കിഴക്കൻ മലയോര മേഖലകളിൽ കർഷകരും അതുപോലെ തന്നെ പ്രധാനമായും ആദിവാസി ജനതയും അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ കൃത്യമായിട്ടും അഡ്രസ്സ് ചെയ്ത് തന്നെയാണ് ഇപ്പോൾ ഈ യോഗം കഴിഞ്ഞിരിക്കുന്നത്. പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണ് ജോസ് കെ മാണിയെ മാധ്യമങ്ങളുടെ മുന്നിൽ വച്ചിരിക്കുന്നത്. ഇതിൽ മുഖ്യമന്ത്രിയുടെ മുന്നിലും അത് അവതരിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നിലവിലെ 1961 വന നിയമ ഭേദഗതിയിൽ ഇപ്പോൾ വരുത്തിയിരിക്കുന്ന മാറ്റങ്ങളിൽ ഫോറസ്റ്റ് വാച്ചർമാർക്ക് ഈ അറസ്റ്റിൽ വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നിയമം കൊണ്ടുവരാനുള്ള ഒരു നീക്കമുണ്ട്. ആ നീക്കം ശക്തമായിട്ട് പ്രതിരോധിക്കും. അത് തന്നെയാണ് ഏറെ ആശങ്ക ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ചും കർഷകരടക്കമുള്ളവർക്ക് അത് വലിയൊരു ആശങ്കയായി മാറിയിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ റിസർവ് ഫോറസ്റ്റ് അല്ലാത്ത പ്രദേശങ്ങളിൽ ഈ നിയമം വരുമ്പോൾ അത് അവിടെ താമസിക്കുന്ന ആ സമീപ പ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങളെയും ഈ നിയമം വളരെ വ്യാപകമായിട്ട് ബാധിക്കുമെന്നുള്ളത് തന്നെയാണ് ഈ പ്രധാനമായി ഇന്ന് നടന്ന ഈ ചർച്ചയിൽ ഗുരുതരമായിട്ട് ആരോപിച്ചിരിക്കുന്നത്. ആ വിഷയങ്ങളൊക്കെയും മുഖ്യമന്ത്രി വളരെ ഗൗരവമായിട്ട് തന്നെ കണക്കാക്കുന്നുണ്ട്. ഗൗരവമായി ഈ വിഷയം വരുന്ന ദിവസങ്ങളിൽ ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്നുള്ള ഒരു ഉറപ്പ് മുഖ്യമന്ത്രി ഇപ്പോൾ ജോസ് കെ മാണിക്ക് നൽകിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇത്തരത്തിലൊരു നിയമം വരുന്നതിന് മുന്നോടിയായിട്ട് തന്നെ അതുപോലെ കാഞ്ഞിരപ്പള്ളി അതുപോലെ തന്നെ തലശ്ശേരി, ചങ്ങനാശ്ശേരി, കോതമംഗലം അടക്കമുള്ള അതിരൂപതകളിൽ നിന്നും വലിയ തോതിലുള്ള വിമർശനം ഉയർന്നിരുന്നു. ഉടൻ തന്നെ കേരള കോൺഗ്രസ് അടക്കമുള്ളവർ ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വന്നിരുന്നു. അതിനോടനുബന്ധിച്ചാണ് ഇന്നിപ്പോൾ വളരെ വേഗതയോടുകൂടി തന്നെ ഇപ്പോൾ മുഖ്യമന്ത്രിയും ഈ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. ഇതിൽ വളരെ ഗുരുതരമായിട്ടുള്ള ആശങ്കകൾ പരിഹരിക്കുമെന്ന മറുപടി മുഖ്യമന്ത്രി നൽകുകയാണ്. താങ്ക് യു അരുൺ സോളമൻ.